LPG ക്ഷാമം, ഉൽപ്പാദനക്കുറവും ആഗോള സംഘർഷങ്ങളും കാരണമെന്ന് കേജ്രിവാൾ. രാജ്യമൊട്ടാകെ വാണിജ്യ LPG സിലിണ്ടറുകളുടെ കടുത്ത ക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി ആം ആദ്മി പാർട്ടി ആപ് കൺവീനർ അരവിന്ദ് കേജ്രിവാൾ ബുധനാഴ്ച ആശങ്ക പ്രകടിപ്പിച്ചു. ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വലിയ ഇടിവും ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ചേർന്നാണ് ഈ പ്രതിസന്ധി ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ദിവസേന ഉണ്ടാകുന്ന LPG ഉൽപ്പാദനം ഏകദേശം 50% വരെ കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകളെന്ന് കേജ്രിവാൾ പറഞ്ഞു. ഇതോടെ വീടുകൾക്കും ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും വ്യവസായങ്ങൾക്കും ആവശ്യമായ LPG ലഭ്യതയിൽ വലിയ കുറവ് ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയ്ക്ക് ആവശ്യമായ LPGയുടെ ഏകദേശം 60% ഇറക്കുമതിയാണെന്നും അതിൽ 90% ഹോർമുസ് കടലിടുക്കിലൂടെ വരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്ക് പിന്നാലെ ഉയർന്ന ജിയോപൊളിറ്റിക്കൽ സംഘർഷങ്ങൾ ഈ വിതരണത്തെ ബാധിച്ചിരിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഈ ക്ഷാമത്തിന്റെ ആദ്യ ആഘാതം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും നേരിടുകയാണെന്ന് കേജ്രിവാൾ പറഞ്ഞു. മുംബൈയിൽ ഏകദേശം 20% ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഇതിനകം അടഞ്ഞതായും അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഏകദേശം 50% വരെ സ്ഥാപനങ്ങൾ അടയ്ക്കേണ്ടി വരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹങ്ങൾ കൂടുതലായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗ്യാസ് ലഭ്യത കുറയുന്നത് പല കുടുംബങ്ങളെയും വിവാഹങ്ങൾ മാറ്റിവെക്കാൻ നിർബന്ധിതരാക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതോടൊപ്പം LPG സിലിണ്ടറുകളുടെ കള്ളവ്യാപാരം വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യയുടെ വിദേശനയത്തിന്റെ അടിത്തറയായിരുന്ന അലൈൻമെന്റ് ഇല്ലാത്ത നയം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദുർബലപ്പെടുത്തിയതായും അതിന്റെ ഫലമായാണ് ഇത്തരം ആഗോള പ്രതിസന്ധികൾ ഇന്ത്യയുടെ ഊർജ്ജ വിതരണത്തെ ബാധിക്കുന്നതെന്നും കേജ്രിവാൾ വിമർശിച്ചു.